വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്ത അവിടെ തന്നെ ഓപ്പൺ ചെയ്തു എന്ന് വേണം പറയാൻ. ചെറിയ പോയിന്റിന് മാത്രം ഒരു പ്ലസ്. അതിനുശേഷം ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ നേരെ അപ്പോഴ് തന്നെ സഞ്ചരിച്ചു. എന്നാൽ ഇത് അപ്പോൾ തന്നെ ഇവിടെ നിന്നും ഒരു സ്റ്റോപ്പ് ലോസ്, ഈ ഏരിയ എവിടെയും സ്റ്റോപ്പ് ലോസ് കണക്കാക്കി സ്കാൾപ്പ് ട്രേഡിംഗ് ചെയ്ത ഒരാൾക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവാം. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന കൃത്യമായ റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും ഡിക്ലൈൻ വന്നു. എന്നാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വരികയാണ് ചെയ്തത്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തവർക്ക്, അങ്ങനെ ഒരു പൊസിഷൻ റെഡി ആയി എന്ന് തോന്നിയവർക്ക് ഡേയ്സ് ലോ ഓർ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ഈ ലെവൽ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം എന്ന് കരുതിയ ഏതൊരാൾക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇനി ഒരു ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്തവർക്ക് പോലും ഇത് ട്രെൻഡ് ലൈനിന് മുകളിൽ കിടന്ന് പുതിയ ഹൈ തന്ന് വീണ്ടും ലോ തന്നപ്പോൾ അവിടെ ഒരു എൻട്രി എടുത്ത് ഈ ലെവൽ, ഈ സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്കും അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. അവർക്ക് ഇതേ ലെവലിൽ കിട്ടി. വീണ്ടും അവർക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് പുതിയ ഹൈ വീണ്ടും തന്നിരുന്നു. എന്നാൽ ഇന്നലെ ഇവിടെ ഒരു ലെവൽ രേഖപ്പെടുത്തേണ്ടതായിരുന്നു, അത് കൃത്യമായും ഉള്ളതായിരുന്നു. പക്ഷേ ഈ ലെവൽ ഇത്രയും വീഴ്ച കഴിഞ്ഞതിന് ശേഷം ഒറ്റയടിക്ക് ഇത്ര രണ്ട് ഏരിയകൾ ബ്രേക്ക് ചെയ്തു വരും എന്ന് ഞാൻ കരുതാതിരുന്നതിനാൽ ഇവിടെ ഒരു ലെവൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് കൃത്യമായും ആ ലെവൽ വന്നിരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നാലും ഇന്ന് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്ത ആർക്കും നല്ല ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ ഓപ്പണിംഗ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ, 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഈ ഏരിയയിൽ വന്ന് കൃത്യമായി ചെറിയ ടൈം ഫ്രെയിമിൽ വരികയാണെങ്കിൽ 1 മിനിറ്റിൽ പരിശോധിച്ചാൽ ഇവിടെ ഒരു ഡിക്ലൈൻ ഫീൽ ആയിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഡൗൺ സൈഡിലോട്ട് ട്രേഡ് ചെയ്തവർക്കും പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇത് സാമാന്യം നല്ല ഒരു റേഞ്ച് തന്നെയാണ്. ഏതാണ്ട് 180 പോയിന്റിലധികം ഡൗൺ സൈഡ് വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഡിക്ലൈൻ ആയിരിക്കാം എന്ന് കരുതി വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ ഡേയ്സ് ലോ ഓപ്പണിംഗ് ഹൈ ഓപ്പൺ ചെയ്തതിനു ശേഷം അപ്വേർഡ് പോയി, ഓപ്പണിംഗ് ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വന്നതിന് ശേഷം വീണ്ടും കിട്ടിയ അപ്വേർഡ് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകി സെല്ല് ചെയ്തവർക്കും വീണ്ടും അതേ ലെവലിൽ തന്നെ ആദ്യമേ രേഖപ്പെടുത്തിയ ലോ തന്നെ ടാർഗറ്റായി പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതിന് താഴെ പ്രൈസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ തരത്തിൽ സെല്ലേഴ്സിനും ബയേഴ്സിനും ഒക്കെ ഇന്ന് നല്ല ടാർഗറ്റുകൾ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത്. കൃത്യമായി ലെവലുകൾ പരിശോധിച്ച് ട്രേഡ് എടുക്കാം എന്ന് കരുതുന്ന ഒരാൾക്ക് അല്പം സാവധാനം ചിന്തിച്ച് ഒന്ന് പ്ലാൻ ചെയ്തതിനു ശേഷം ട്രേഡ് എടുക്കാം എന്ന് കരുതിയ ആർക്കും നമ്മൾ രേഖപ്പെടുത്തിയ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ട്രേഡ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ചു പേർ മാത്രം അവരുടെ പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്നു എനിക്ക്. അപ്പം അവർ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും പ്രോഫിറ്റ് ലഭിക്കുന്നു എന്നതിൽ ഞാൻ സന്തോഷവാനാണ്. പക്ഷേ കൃത്യമായ സ്റ്റോപ്പ് ലോസുകളിൽ നിന്നുകൊണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. പുതിയതായി കടന്നു വരുന്നവരാണെങ്കിൽ തീർച്ചയായും മോക്ക് ട്രേഡ് ചെയ്ത് ശീലിക്കുക. ഒരു താളം ട്രേഡിങ്ങിൽ, ഓപ്ഷൻ ട്രേഡിങ്ങും റിസ്കിയാണ്. അതിൽ പോസിറ്റീവായ ഒരു താളം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രം റിയൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്താൽ മതിയാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യമായി കടന്നു വരുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ ശീലമുള്ളവർക്ക് നല്ല വ്യക്തമായ ട്രേഡ് ചെയ്യാനുള്ള ലെവലുകൾ ആണ് ഇത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി നാളെ നമ്മളുടെ ട്രേഡിംഗ് ലെവൽ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. നാളെ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോൺ ഇന്നത്തെ ഹൈ തന്നെയാണ്, 22,270 ലെവലാണ്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോൺ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 22,132 റേഞ്ചാണ്. എന്നാൽ ഇതിനിടയിൽ ഇത്രയും റേഞ്ച് ആയതുകൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇത് വലിയ റേഞ്ചാണ്. ഇതിനിടയിൽ ഒരു ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 22,195 എന്ന ലെവൽ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്.
അങ്ങനെ സംഭവിക്കുന്ന പക്ഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 22,316, 345, 371, 414 എന്നിങ്ങനെ. അപ്പോൾ ഈ 371 അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ആണ്. 414, 504 എന്നിങ്ങനെ ലെവലുകളാണ് ഉള്ളത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി രേഖപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ആയി നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ ഈ ഓപ്ഷൻ വീണ്ടും ബൈ ചെയ്ത് ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴെ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഡിക്ലൈൻ ലഭിച്ചേക്കാം എന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെയെങ്കിൽ 22,132 അതൊരു പ്രധാന സപ്പോർട്ട് സോൺ തന്നെയാണ്. അപ്പോൾ അതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ലെവൽ ടെസ്റ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 22,024 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ ഏരിയ എല്ലാം കൃത്യമായും സപ്പോർട്ട് സോൺ തന്നെയാണ് ഈ മൂവ്മെന്റിന്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ച് തന്നെ വേണം ട്രേഡ് ചെയ്യാൻ. പ്രോഫിറ്റ് അപ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുകയും കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുകയും വേണം. ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മളുടെ ഒരു ഡയറക്ഷനിൽ നിന്ന് മാറി പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഓപ്ഷൻ പിന്നീട് പ്രോഫിറ്റിൽ വരിക എന്ന് പറയുന്നത് അല്പം സാഹസമാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്യുക. അടുത്ത നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ട്രേഡിംഗ് ലെവൽ എന്ന് നോക്കാം. 47,912 ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സപ്പോർട്ട് അല്പം കൂടി ലോയാണ്. 47,464 എന്ന ലെവലാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഇത് അല്പം ഏറിയ കൂടുതലായതുകൊണ്ട് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണിൽ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ലഭിക്കണം. അപ്പോൾ ലഭിക്കുന്ന ഡേയ്സ് ലോ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയായിരിക്കും. പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് ഉചിതം. കാരണം ഇത് ഭയങ്കര റേഞ്ച് ആണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം അപ്വേർഡ് ഡയറക്ഷൻ ആണ് എങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ലെവൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഒരു അപ്വേർഡ് ക്ലോസിംഗ് കിട്ടേണ്ട ലെവൽ 47,967 എന്ന ലെവൽ തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷനും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം മൂവ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വീണ്ടും ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് 48,177, 48,254, 48,465, 48,553 എന്നീ ലെവലുകൾ. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ ഈ ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ സംഭവിക്കുന്ന വർഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ തുടർന്ന് ഈ ലെവൽ 47,464, 47,297, 300 എന്ന ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാം. എന്നാൽ വീണ്ടും ഡിക്ലൈൻ കാണിക്കുന്ന പക്ഷം ഡൗൺ സൈഡിലേക്ക് ഈ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ഈ ഏരിയ അല്പം കൂടി സ്ട്രോങ് ആയ സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കാം. ഇവിടെ എല്ലാവർക്കും കാണാം എന്ന് കരുതുന്നു. 46,969, 46,798, 46,600
669 എന്നിവയാണ് ആ ലെവലുകൾ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 73,208 എന്ന ലെവലാണ് ഞാൻ സെൻസെക്സിന് ആദ്യത്തെ റെസിസ്റ്റന്റ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 73,024 ആദ്യത്തെ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള ഈ സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്ന പക്ഷം ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ് എങ്കിലും ഇന്നത്തെ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകിയേക്കാം എന്നുള്ളതിനുള്ള ഒരു സൂചന. അങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ പ്രൈസ് സഞ്ചരിക്കുകയാണെങ്കിൽ 73,329, 73,456, 73,550, 73,693 എന്നീ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റന്റ് ലെവൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 73,000 താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 72,929, 72,757, 72,680, 72,513 എന്നിവയൊക്കെ. ഇതെല്ലാം നല്ല സപ്പോർട്ട് സോൺ തന്നെയായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഏരിയകളാണ്. അതുകൊണ്ട് കൃത്യമായും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കണം. പ്രോഫിറ്റിനെയും നമ്മുടെ ക്യാപിറ്റലിനെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം ട്രേഡ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഗുണകരമെന്ന് തോന്നുന്ന പക്ഷം നിങ്ങൾ മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും രേഖപ്പെടുത്തുക. പുതിയതായി കടന്നു വരുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും എന്ന് കരുതുന്നു. നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട്, താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന ആശംസയോടെ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.